4ാമത്തെ ദിവസം ഇനി കുഷ്മാണ്ഡാദേവിയാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല, ഈ കുഷ്മാണ്ഡ എന്താണ് ആ രൂപം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്വഭാവം എന്നുള്ളത്. അത് ജഗത് സൃഷ്ടി നടത്തുന്ന ദേവീ സ്വരൂപമാണ് കുഷ്മാണ്ഡാദേവി എന്ന് പറയുന്നത്. അണ്ടം ഈ നമ്മുടെ ഇതിഹാസ പുരാണാദികളിലും അതേപോലെ ജ്യോതിശാസ്ത്രത്തിലും ഒക്കെ പറയുന്നത്, ഇത് നല്ല വിമർശനം വരും കേട്ടോ, പക്ഷെ വരട്ടെ. ജ്യോതിശാസ്ത്രത്തിന്റെ സംഹിതാ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന, പ്രത്യേകിച്ചും വരാഹമിഹിരാചാര്യന്റെ ബൃഹസംഹിതയിൽ പ്രപഞ്ചോത്പത്തിയാണ് ആദ്യം പറയുന്നത്. അപ്പൊ സ്വർണ്ണ നിറമുള്ള വലിയൊരു അണ്ടം ഉണ്ടാവുകയും അതാണ് ആദ്യത്തെ സൃഷ്ടി എന്നാണ് പറയുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലുള്ള വലിയൊരു അണ്ടം ഉണ്ടാവുകയും പിന്നീട് അതിന്റെ മർദ്ദം കൊണ്ട്, അകത്തെ മർദ്ദം കൊണ്ട് ഈ അണ്ടം മുട്ടയാണ്, അത് 2ആയിട്ട് പിളരുകയും ചെയ്തു. അതിൽ നിന്നാണ് സൃഷ്ടിക്രമം ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഇതിനൊരു ശക്തി വിശേഷം ഉണ്ടാകണം. ഇതിനകത്ത് മർദ്ദമുണ്ടാവുകയും ഈ അണ്ടം സൃഷ്ടിക്കുകയും ഇതിനകത്ത് മർദ്ദമുണ്ടാവുകയും അത് പൊട്ടി മാറുകയും അതിൽ നിന്നും സൃഷ്ടിക്രമം നടത്തുകയും ചെയ്യും. സൃഷ്ടിക്കണം, ഏത് സൃഷ്ടിക്കും മാതാവുണ്ടാവണം.